ഹലോ, ഞാൻ എൻ്റെ വ്യൂവേഴ്സിനോട് ഓൾറെഡി പറഞ്ഞിരുന്നു. ഞാൻ ഏത് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ എൻ്റെ ലാംഗ്വേജായ മലയാളത്തിലും ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇതുവരെ എനിക്ക് സമയക്കുറവ് മൂലം ചെയ്യാൻ പറ്റിയിട്ടില്ല. എത്രയോ എൻ്റെ വ്യൂവേഴ്സ് പറയാറുണ്ട്, അതായത് ഞാൻ എസ്പെഷ്യലി കേരളൈറ്റ് ആണല്ലോ, അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ അധികം ഹിന്ദി അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഓക്കെ ഓരോ വീഡിയോ ഞാൻ മലയാളത്തിൽ കൊടുക്കാൻ നോക്കാമെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഇന്ന് ഏതായാലും ഒരു തുടക്കമായിക്കോട്ടെ. അപ്പം ഞാൻ ഇന്ന് ഒരു ഹിന്ദിയിലൊരു ട്യൂട്ടോറിയൽ ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്തേ ഉള്ളൂ. അത് പിന്നെ വാട്സാപ്പിൻ്റെ ലിങ്ക് എങ്ങനെ ഷെയർ ചെയ്യാന്നുള്ളത്. അതായത് നമ്മളിപ്പം ആർക്കെങ്കിലും വാട്സാപ്പ് നമ്പർ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ നമ്പർ കൊടുക്കും അല്ലേ. നമ്മുടെ നമ്പർ കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും, അതിൽ നമ്മൾ അവരെ നമ്പർ ചോദിക്കും, നമ്മൾ മൊബൈൽ സേവ് ചെയ്യും, എന്നിട്ട് പിന്നെ ഹായ് ഹലോ അടിക്കും. നിങ്ങൾ വാട്സാപ്പ് നമ്പർ കിട്ടിയോ, കിട്ടി ഇതൊക്കെയാണ് നമ്മുടെ ഒരു രീതി അല്ലേ. പക്ഷെ ഇന്ന് ഞാൻ എന്താ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വെച്ചാൽ ഒരു ലിങ്കാണ്. അത് ഒഫീഷ്യലി ബിസിനസ് പേർപ്പസിനൊക്കെ നല്ല യൂസ് ആവും. അത് അങ്ങനെ ഒരു ലിങ്കാണ്. അത് ആക്ച്വലി അത് ടൈപ്പ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കണം. അത് നിങ്ങൾക്ക് എവിടെ നിന്ന് ഷോർട്ട് കട്ട് പേയിലൊന്നും കിട്ടില്ല. നിങ്ങൾ വിചാരിക്കേണ്ട വാട്സാപ്പിൽ ഏതൊക്കെ സെറ്റിങ്ങിൽ പോയാൽ അത് കിട്ടും, ഇല്ല, ഒരിക്കലും കിട്ടില്ല. ഇത് ശരിക്കും നമ്മൾ ഒരു നമ്മൾ എന്താ HTML എന്നെല്ലാം പോലെ ഒരു കോഡാണ്. ഓക്കെ, ആ കോഡ് ഞാൻ ഇവിടെ എങ്ങനെ ടൈപ്പ് ചെയ്ത് കാണിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതാണ് കാണിക്കാൻ വന്നത്. ജസ്റ്റ് ഒന്ന് ഞാൻ നോട്ട് പാഡിൽ അതൊന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കാം. നിങ്ങൾ അത് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. എന്റെ നമ്പർ ഇടുന്നതിന് പകരം അത് നിങ്ങളെ നമ്പർ ഇടുക. അപ്പൊ അത് നിങ്ങളുടെ ആ ഒരു ലിങ്കായിട്ട് മാറും. പിന്നെ കുറച്ചും കൂടി നിങ്ങൾക്ക് അത് ഈസി ആവാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അത് ടൈപ്പ് ചെയ്തിട്ടേക്കാം. എന്നിട്ട് നിങ്ങൾ റീപ്ലേസ് ചെയ്യാനുള്ള സ്ഥലത്ത് ഞാൻ യുവർ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടേക്കാം. അപ്പൊ പിന്നെ നിങ്ങൾ ആ യുവർ നമ്പർ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ നിങ്ങളുടെ നമ്പർ ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതി. എന്ന് നിങ്ങൾ അങ്ങനെ തന്നെ കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങളെ വാട്സാപ്പിലേക്കോ എവിടെയോ ഫേസ്ബുക്കിലോ എവിടെ വേണമെങ്കിൽ ഷെയർ ചെയ്യുക. ഇത് അപ്പൊ അതൊരു ലിങ്കായിട്ട് അവിടെ നിൽക്കും. അപ്പൊ ആ ലിങ്കിലേക്ക് ആര് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അപ്പൊ തന്നെ അവർ നിങ്ങളുടെ വാട്സാപ്പിലേക്കാണ് ജമ്പ് ചെയ്തിട്ട് വരിക. അല്ലാതെ നിങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എന്റെ നമ്പറല്ലേ, നിന്റെ നമ്പറല്ലേ, കൺഫേം നിന്റെ DP ഞാൻ കണ്ടു, ഇതല്ലേ, നീ അല്ലേ, ഇങ്ങനെയുള്ള ഒരു പിന്നെ നൂലാമലക്കും പോകണ്ട. ഒറ്റയടിക്ക് നിങ്ങൾ വാട്സാപ്പ് ബിസിനസ് അക്കൗണ്ട് വാട്ട് എവർ അക്കൗണ്ട് നിങ്ങളുടെ വാട്സാപ്പിലേക്ക് അവർക്ക് പെട്ടെന്നായിട്ട് ജമ്പ് ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എൻ്റെ വരെ കാണുക. ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീ ടെക്കി. അപ്പോൾ ഇവിടെ ഞാൻ ഒന്ന് നോട്ട് പാഡ് തുറക്കാൻ പോവുകയാണ്. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ നോട്ട് പാഡ് എടുക്കുക. നോട്ട് പാഡ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഞാൻ ഈ കോഡ് ടൈപ്പ് ചെയ്ത് കാണിക്കാൻ പോവാണ്. അപ്പം ജസ്റ്റ് ഞാനൊന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് എന്താ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, okay, so let us learn how to make WhatsApp a link. So here it is. I'm going to type. അപ്പം ഞാനിവിടെ ടൈപ്പ് ചെയ്ത പോലെ തന്നെ പിന്നെ എന്താ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിക്കോ, എന്താ ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനൊന്ന് ഫോണ്ട് വലുതാക്കാൻ നോക്കുകയാണ്. കാരണം ഇവിടെ നിങ്ങൾക്ക് കുറച്ച് നന്നായിട്ട് കാണാമല്ലോ. അതൊന്ന് ബോൾഡാക്കി അതൊക്കെ ഫോണ്ടൊക്കെ വലുതാക്കി അവിടെ. അപ്പം ഞാൻ എന്താ ടൈപ്പ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കൂ. HTTPS, പിന്നെ ആ ഒരു കോളൻ കൊടുക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 സ്ലാഷ്, പിന്നെ കണ്ടില്ല WA.ME, വീണ്ടും ഒരു സ്ലാഷ്, പിന്നെ നമ്മുടെ ഫോൺ നമ്പർ 91 കൂട്ടിയിട്ട് കൊടുക്കുക. നമ്മുടെ ഇന്ത്യൻ്റെ നമ്പർ അതുപോലെ കൊടുക്കണം. ഇതിപ്പം ഞാൻ എൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യും, നിങ്ങളുടെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നമ്മൾക്ക് അവിടെ എന്താ ടെക്സ്റ്റ്. ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അവരെ ഗ്രീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു വാട്സാപ്പിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവരൊരു ഗ്രീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മളവിടെ ഒരു ജസ്റ്റ് നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഞാനൊന്ന് ഹലോ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ ഇത് ഫുൾ ലിങ്ക് കോപ്പി ചെയ്യുക. ആ ഒരു നമ്പർ കാണുന്നത് നിങ്ങളെ നമ്പറായിട്ട് വേണം റീപ്ലേസ് ചെയ്യാൻ. അത് പ്രത്യേകം ഓർമ്മിക്കണം. ഞാൻ ലിങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് യുവർ നമ്പർ എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ മെൻഷൻ ചെയ്തോളാം. അതുപോലെ അവിടെ നിങ്ങൾ നമ്പർ റീപ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. ഷുഡ് ബി യുവർ നമ്പർ. ആ ഒരു ഹൈലൈറ്റ് കാണിച്ച ഭാഗമുണ്ടല്ലോ അവിടെ, അത് ദാറ്റ് ഷുഡ് ബി യുവർ നമ്പർ. പിന്നെ നിങ്ങളിത് അങ്ങനെ തന്നെ കോപ്പി ചെയ്യുക. ഇതിങ്ങനെ തന്നെ ഞാൻ ഈ ഒരു കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് അങ്ങോട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. അത്രേ പണിയുള്ളൂ.
ഓക്കെ. ഇനി നിങ്ങൾക്കിത് എപ്പോഴും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ഒന്ന് നോക്കി പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എപ്പം എവിടെ പോയാലും ടൈപ്പ് ചെയ്ത് കൊടുക്കാനും ഒക്കെ ഈസി ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് അപ്പം തന്നെ അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യുക. അതാണ് വേണ്ടത്. അപ്പോൾ ഞാനിതിപ്പോൾ ഞാനിതൊന്ന് കാണിച്ചു തരാം അതെങ്ങനെയാണ് ഷെയർ ചെയ്താൽ. അതൊരു ക്ലിക്കബിൾ ലിങ്കിലേക്ക് അത് മാറും. അതൊരു ബ്ലൂ കളറായിട്ട് ഒരു ക്ലിക്കബിൾ ലിങ്കായി മാറുന്നതാണ്. അപ്പോൾ ഞാനത് കോപ്പി ചെയ്ത് ഞാൻ എൻ്റെ ഒരു വാട്സാപ്പ്, എൻ്റെ തന്നെ ഒരു ഞാൻ എൻ്റെ പേഴ്സണൽ ഫയൽസ് ഷെയർ ചെയ്യാൻ മാത്രമേ ഞാൻ എൻ്റെ തന്നെ നമ്പറിലൊരു വാട്സാപ്പ് ഉണ്ട്, അതിലേക്ക് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അപ്പോഴാണത് മനസ്സിലാവുന്നത്. അതൊരു ക്ലിക്കബിൾ ലിങ്കിലേക്ക് മാറി എന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അല്ലാതെ നോട്ട് പാഡിൽ നിന്ന് അത് കണ്ടുപിടിക്കാം, അത് മനസ്സിലാവില്ല ഇതെന്താ സംഭവിച്ചത്. കണ്ടില്ല, അതൊരു ക്ലിക്കബിൾ ലിങ്കായി മാറി. ഇനിയിപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഡയറക്റ്റ് ഒരു വാട്സാപ്പിലേക്ക് പോയിരിക്കുകയാണ്. കണ്ടില്ല, ആ ഒരു അക്കൗണ്ട് ആ ഒരു ഇതിലേക്ക്. അപ്പോൾ ആ ഒരു ഗ്രീറ്റ് ചെയ്ത ടെക്സ്റ്റ് കണ്ടില്ല, ആ ടെക്സ്റ്റ് അടക്കം അവിടെ വന്നിരിക്കുകയാണ്. നമ്മൾ എന്താ അവിടെ ഗ്രീറ്റ് ചെയ്യാൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം ഇട്ടത് അത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാട്സാപ്പിൻ്റെ ബിസിനസ് അക്കൗണ്ട് അങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം അതിനെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഭവം, ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഓക്കെ, ബൈ.